ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. ഡാനി പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നമുക്കറിയാം തൃപ്പൂണിത്തുറ തൈക്കുടത്ത് വൃദ്ധ മാതാവ് ഒരു മകളുടെ ക്രൂര സമീപനത്തിന് ഇരയാകുന്നത് അത് വലിയ വിവാദമായിരുന്നു, ചർച്ചയായിരുന്നു. ഏറ്റവും ഒടുവിൽ ആ പോരാട്ടത്തിന് ഫലം കണ്ടു എന്നുള്ളതാണ്. ആർഡിഒ തലത്തിൽ ഇന്ന് ചർച്ച നടക്കും. ഏറെ നേരം വീട്ടിൽ കയറാൻ പുറത്തു നിന്ന് അമ്മയ്ക്ക് വീട്ടിൽ കയറാൻ സാധിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് വരുന്നത്. തൈക്കുടം സ്വദേശിനി സരോജിനെ വീട്ടിൽ കയറ്റണമെന്ന് ആർഡിഒയുടെ ഉത്തരവ് നിലനിൽക്കെ മകൾ നടത്തിയ ക്രൂരമായ ഇടപെടലാണ് വലിയ ചർച്ചയായതും വലിയ വാർത്തയായതും വിവാദമായതും. ഡാനി പോൾ, ഗുഡ് മോർണിംഗ് ഡാനി. എന്താണെങ്കിലും അമ്മയ്ക്ക് ആശ്വാസമാണ്. എന്താണ് അവിടുത്തെ സംഭവം? എന്താണ് സംഭവിച്ചത് ഏറ്റവും ഒടുവിൽ? എൽദോ, ഇന്നലെ ന്യൂസ് 18 ആയിരുന്നു ഈ വാർത്ത ആദ്യം പുറത്തുവിടുന്നത്. ഇന്നലെ രാത്രി ഈ അമ്മ ഇവിടെ സരോജിനി അമ്മ തൈക്കോട്ടത്തെ ഇവരുടെ വീട്ടിൽ മൂത്ത മകളുടെ വീട്ടിൽ ഇവിടേക്ക് എത്തുമ്പോൾ വീട് പൂട്ടി അമ്മയ്ക്ക് പ്രവേശനം നിഷേധിച്ചൊരവസ്ഥയിലായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ടായിരുന്നു. ഇവിടേക്ക് കയറാൻ സമ്മതിക്കാത്ത രീതിയിലായിരുന്നു ഈ അമ്മയ്ക്ക്. 2 മക്കളാണ് ഉണ്ടായിരുന്നത്. വളരെ ചെറുപ്രായത്തിൽ തന്നെ, കുട്ടികളുടെ വളരെ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് അവരുടെ പിതാവിനെ, സരോജിനിയമ്മയ്ക്ക് അവരുടെ ഭർത്താവിനെ നഷ്ടമാവുകയും അവർ വളരെ കഷ്ടപ്പെട്ട് ഇവരെ വളർത്തുകയും പഠിപ്പിക്കുകയും പിന്നീട് അവർ വിവാഹം കഴിച്ചയക്കുകയും എല്ലാം തന്നെ ചെയ്തു. മൂത്ത മകളുടെ വീടാണിത്. ഒരു മകൾ കൂടിയുണ്ട്. ഈ വീടും അതോടൊപ്പം തന്നെ മറ്റൊരു വീട്ടിലുമായിട്ട് 2 മക്കളും താമസിക്കുന്നു. മൂത്ത മകൾ മറ്റൊരു സ്ഥലത്താണ് ഇപ്പോൾ താമസിക്കുന്നത്. പക്ഷേ ഈ വീട്ടിലേക്കുള്ളൊരു പ്രവേശനം ഇവർക്ക് നിഷേധിക്കപ്പെട്ട രീതിയിലായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായിട്ടുണ്ടായിരുന്നത്. ഇന്നലെ ഇവിടെ വന്നു, ആ വീട് തുറന്നു കൊടുത്തില്ല. ഇവിടേക്ക് പ്രവേശനം അനുവദിച്ചുകൊണ്ട് ആർഡിഒയുടെ അടക്കം ഉത്തരവുണ്ടായിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. ഇവിടേക്ക് അകത്തേക്ക് പോലും കയറാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. പോലീസ് എത്തി, പക്ഷേ വീട് തുറന്നു കൊടുക്കാൻ കഴിയില്ല, അവരെ കുത്തി തുറക്കാൻ കഴിയില്ല എന്നൊരു അവസ്ഥയിലായിരുന്നു. പക്ഷേ നാട്ടുകാരെല്ലാം തന്നെ വലിയ സപ്പോർട്ടോടെ, വലിയ പിന്തുണയോടുകൂടി തന്നെ ഇന്നലെ വീട് തുറന്ന് അകത്തേക്ക് കയറാൻ കഴിഞ്ഞു. ഇതിന് ഒരു അന്തിമ തീർപ്പുണ്ടാകണം. ആർഡിഒയുടെ ഉത്തരവുണ്ട്. ഇന്ന് അവിടെ എത്തി ചർച്ച നടത്തണമെന്നെല്ലാം പറയുന്നു. പക്ഷേ ഇപ്പോൾ അമ്മ ഇവിടെയുണ്ട്. അമ്മയുടെ ഒരു വാക്കുകൾ തന്നെ നമുക്ക് കേൾക്കാം. എന്താണ് അവസാനമായിട്ട് പറഞ്ഞിരിക്കുന്നവരെ? അവിടെ പോയി പോലീസിനോട് പറഞ്ഞാൽ മതി, അമ്മ പോയിക്കും, ഇപ്പം തുറന്നു വരുമെന്ന് പറഞ്ഞു. അവിടെ ഇതും കൊണ്ട് ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു അവർക്ക് ഓർഡർ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. തിരിച്ച് ഞങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്നപ്പോഴത്തേക്കും വേറെ ഓർഡർ വന്നു. അതും കൊണ്ടുപോയി കൊടുത്ത് വരുമ്പോഴത്തേക്കും ഇവിടെ പോലീസൊക്കെ വന്ന് ഇപ്പുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പോകുന്നു. വലിയ 10 ആൾക്കാരൊക്കെ പറഞ്ഞിട്ടത് ഇത് തുറക്കണില്ല, തുറന്ന് തന്നില്ല. ഞാനാണ് ഈ വാതിൽ കുത്തി തുറക്കേണ്ടി വന്നു. ചങ്കുവേദനയുണ്ട്, കുത്തി തുറക്കണേല് പൊളിക്കടയിൽ വിഷമമുണ്ട്. കേരളല്ല മോനെ വാതിൽ പൊളിക്കണത്. അപ്പം ഇത് കൊണ്ടുവന്നാൽ നമുക്കൊന്നുമില്ലല്ലോ, അത് തുറന്നു കയറാമല്ലോ. ഇത് നമ്മളാ ഇത്രയും കഷ്ടപ്പെടുത്തുമ്പോഴത്തേക്കും നമ്മൾ തുറക്കാനായിട്ട് കട്ടപ്പാല കൊണ്ട് കുത്തി പൊളിച്ച് ഞാൻ കയറിയകത്ത്. ഞാനാണ് പൊളിച്ചത്, വേറെ ആരും നിർത്തിയില്ല. ചെയ്തകത്ത് കയറി, എനിക്കകത്ത് കയറി കിടക്കാം. നേരം വിളിച്ചപ്പോൾ തുടങ്ങി വണ്ടിയിലിരിക്കണേന്. 9 മണിക്ക് ഞങ്ങൾ അവിടെ പോയതാണ്. 9 മണി മുതൽ ഈ 6 മണി വരെ ഇങ്ങനെ നടക്കണേന്ന്. രാത്രി 11 മണി കഴിഞ്ഞു അകത്തേക്ക് കയറാൻ. 11 മണി കഴിഞ്ഞപ്പോഴാണ് അകത്തേക്ക് കയറിയത്. ഇതുവരെ ഇങ്ങനെ ഇല്ല വിളിച്ചിട്ടില്ല. ഇതുവരെയും വിളിച്ചിട്ടില്ല. അവരെ അങ്ങോട്ട് വിളിച്ചിട്ടും ഫോൺ എടുക്കണില്ല അവര്. ഈ എറണാകുളത്ത് തന്നെ അവർ താമസിക്കുന്നു? എറണാകുളത്ത് തന്നെ, പനമ്പള്ളി 600 അവിടെ താമസിക്കണം. താക്കോൽ അവരുടെ കയ്യിലുണ്ട്. താക്കോൽ അവരുടെ കയ്യിലുണ്ട്. അവർ വന്ന് തുറക്കണേ വേണം. അവരെ കൊല്ലളെ മോള് വന്ന് തുറക്കും. പക്ഷെ ഇതുവരെ പിന്നെ തരില്ല. ഇന്നിപ്പോ ആർഡിഒ ഉത്തരവൊക്കെ ഉണ്ടല്ലോ, ഇന്ന് ചർച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇന്ന് ചർച്ച നടത്തുന്നെല്ലാം അവിടെ ചെല്ലാനാ പറഞ്ഞേക്കണം. ഞാൻ വരൂലെന്ന് പറഞ്ഞു. ഇനി എനിക്ക് ചെല്ലേണ്ട കാര്യമില്ല. എനിക്ക് എൻ്റെ വാതിൽ പറഞ്ഞു ഞാൻ കയറിയകത്ത്. പിന്നെ എന്തിനാ അവരൊക്കെ ഇനി ചെല്ലണത്? അപ്പോൾ ചെന്നിട്ട് കാര്യമില്ല. ഇനി ഞാൻ ചെല്ലണം എന്തിനാ? ഇനി ആര് വന്നാലും ഞാൻ ഈ പെരക്കാത്തുനിന്ന് ഇറങ്ങില്ല. അല്ലെങ്കിൽ ചത്ത ശവം കൊണ്ടുപോകണം അവിടെ നിന്ന്. എങ്ങോട്ടും ചർച്ചയ്ക്ക് പോകാനുമില്ല, എങ്ങും ചർച്ചയ്ക്ക് ഇനി പോകാനുമില്ല. ഞാൻ പോകുകയില്ല ഇനി. എനിക്ക് വയ്യ. എനിക്കിങ്ങനെ പോയി നടന്ന് എനിക്ക് വയ്യ. മകളുടെ ഭാഗത്തു നിന്നൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. മകളിങ്ങനെ ചെയ്യുമെന്ന് നമ്മൾ ആരെങ്കിലും ഓർത്താ? നല്ലതായിട്ട് മക്കൾ അവർക്ക് എഴുതി കൊടുത്ത് അവർ ഇങ്ങനെ ചതിക്കൊന്നും ആരെങ്കിലും ഓർത്താ? ഒരാളും ഓർത്തില്ല. ഇന്നലെ പോലീസിന്റെ ഒരു സംരക്ഷണയിലാണ് ഇന്നലെ ഇവിടെ കഴിഞ്ഞത്. അതെ. ഇനി പോലീസ് വേണമെന്നില്ല മോനെ, ഞാനിവിടെ കഴിഞ്ഞോളാം. എനിക്ക് ഒരു ഇതുമില്ല. എന്തിനാ? നമ്മൾ ജനിച്ചു വളർന്ന വീട്, ഞാൻ ജനിച്ചു വളർന്ന വീടാണ്. എന്ത് വന്നാലും എന്നാലും മരിക്കണമല്ലോ. ആരെങ്കിലും കൊന്നാലും എനിക്ക് കുഴപ്പമില്ല.
ഒരു കുഴപ്പമില്ല. നാട്ടുകാരെല്ലാം ഒപ്പമുണ്ട്. അതെനിക്ക് എൻ്റെ നാട്ടുകാരുണ്ട്. എൽദോ, സരോജിനി അമ്മയുടെ വാക്കുകളാണ് കേട്ടത്. അമ്മ പറയുന്നതിൽ നിന്ന് വളരെ വ്യക്തമാണ്. കാരണം 2 മക്കളുണ്ടായിരുന്നു, 2 മക്കളുണ്ട്. മൂത്ത മകളുടെ വീട് അത് അമ്മയെ കൂടി സംരക്ഷിക്കണമെന്ന് ചുമതലപ്പെട്ടതാണ്. അവർക്ക് അവരുടെ മകളുടെ ഭർത്താവ് നേരത്തെ മരിച്ചിരുന്നു. തുടർന്ന് അവർക്ക് ഒരു കമ്പനിയിൽ ജോലിയുണ്ട്. പക്ഷേ ഇവിടേക്ക് അമ്മയുടെ പ്രവേശനം അവർ തടഞ്ഞുകൊണ്ടുള്ള നിലപാടായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളുണ്ടായിരുന്നത്. ഒടുവിൽ RDO തന്നെ ഉത്തരവിടുകയും അമ്മയ്ക്ക് ഇവിടേക്ക് പ്രവേശനം അനുവദിക്കുകയും എല്ലാം തന്നെ ചെയ്തതാണ്. പക്ഷേ അത് കയ്യിൽ വെച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് കയറി വരേണ്ട ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ ഇവിടെ ആളുകൾ കൂടി ഇന്നലെ 11:30 മണിയോടുകൂടിയാണ് ഒടുവിൽ അതിൽ തീരുമാനം വന്നത്. തീരുമാനം എന്ന് വെച്ചാൽ അമ്മ തന്നെ അത് അകത്തേക്ക് കുത്തി തുറന്ന് കയറാനുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയായിരുന്നു. തുടർന്ന് നാട്ടുകാരുടെ അടക്കം ഒരു പിന്തുണയും അതിന് അമ്മയ്ക്ക് കിട്ടുകയും ചെയ്തു. മുഴുവൻ പേരും തന്നെ അമ്മയെ പിന്തുണച്ചുകൊണ്ട് തന്നെ അവിടെ ഈ സ്ഥലത്ത് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഏത് രീതിയിൽ, അതായത് RDO തലത്തിലൊരു ചർച്ചയ്ക്ക് എന്താണ് ഇത് സംബന്ധിച്ചൊരു മധ്യസ്ഥമായി തീർക്കുക എന്ന രീതിയിലേക്ക് ചർച്ച കൊണ്ടുപോകുക എന്നതായിരുന്നു. പക്ഷേ അമ്മ വാക്കുകൾ വ്യക്തമാണ്. എവിടേക്കും താനില്ല, താൻ സ്വന്തം വീടിനകത്തേക്ക് തന്നെ കയറിയിരിക്കുന്നു. ഇനി ഇവിടുന്ന് ഇറങ്ങിക്കൊടുത്തുകൊണ്ടൊരു ചർച്ചയിലേക്ക് പോകാനില്ല. ചർച്ചയ്ക്ക് അങ്ങനെയുണ്ടെങ്കിൽ ഇവിടെ വന്ന് പറയട്ടെ എന്ന രീതിയിൽ തന്നെ നിൽക്കുന്നു. സ്വന്തം വീട് തുറന്ന് കയറേണ്ട ഒരവസ്ഥയിലേക്ക്, കുത്തി തുറന്ന് കയറേണ്ട ഒരവസ്ഥയിലേക്ക് അടക്കം എത്തിച്ചിരിക്കുന്നു. ആ രീതിയിലേക്ക് ഈ ഒരു സാഹചര്യങ്ങൾ ചെന്നിരിക്കുന്നു എന്നതാണ്. എന്തായാലും ഇന്നലെ രാത്രി അവർക്ക് അകത്തേക്ക് കയറാൻ സാധിച്ചു. News 18 ഇന്നലെ ഈ വാർത്ത ഇത് തുടക്കം മുതൽ തന്നെ ഇന്നലെ നൽകുന്നുണ്ടായിരുന്നു. ഇന്നലെ വീടിനകത്തേക്ക് കയറും വരെയും നാട്ടുകാരുടെ അടക്കം പിന്തുണയും അവർക്കുണ്ടായിരുന്നു. ഇന്ന് ഏതെങ്കിലും രീതിയിലൊരു ചർച്ച ഇത് സംബന്ധിച്ച് അന്തിമമായി ഉണ്ടാകുമോ എന്നാണ് അറിയേണ്ടത്. എൽദോ.